ഹായ് ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 10th SCERT സിലബസ് 10th ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികളായിരുന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, ഫസ്റ്റ് ടെക്സ്റ്റിൽ ആക്ടിവിറ്റീസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഓൾജിബ്ര ഓഫ് സീക്വൻസസ്, ശ്രേണികളുടെ ബീജഗണിതം ഇതാണ് പഠിക്കാനുള്ളത്. അപ്പം നമുക്കറിയാം എന്താണ് ഒരു ശ്രേണി അഥവാ ഒരു സീക്വൻസ് എന്താണെന്ന് അറിയാം അല്ലേ. അതെങ്ങനെയാണ് ഓൾജിബ്രായിക് ഫോമിൽ എഴുതുന്നതെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. എന്താണ് ഈ ഓൾജിബ്രായിക് ഫോംസിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എക്സ് വൈ പോലെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ഏതൊരു ലെറ്റർ എക്സ് വൈ അങ്ങനെ ഏതൊരു ആൽഫബറ്റ് എടുത്തിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ ഓൾജിബ്രായിക് ഫോമിൽ എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്രേണികളെ എങ്ങനെയാണ് ഓൾജിബ്രായിക് ഫോമിൽ എഴുതുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ശ്രേണി എടുക്കുകയാണ്, സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകളുടെ ശ്രേണി. 2, 4, 6, 8 എക്സെട്ര ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണിയാണ് അല്ലേ, അഥവാ സീക്വൻസ് ആണ്. ഈ സീക്വൻസിലെ ഓരോ നമ്പറും ഇത് ഓരോ പദങ്ങൾ അല്ലെങ്കിൽ ടേംസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം രണ്ടൊരു പദം, 4 പദം, 6 പദം, 8 പദം അങ്ങനെ പറയും. അല്ലെങ്കിൽ ഒരു ടേമാണ് 2, മറ്റൊരു ടേം 4, മറ്റൊരു ടേമാണ് 6, ദെൻ അടുത്തൊരു ടേമാണ് 8 ഇങ്ങനെ പറയും. അപ്പോൾ ഓരോ നമ്പറിനെയും നമ്മൾ പദങ്ങൾ അല്ലെങ്കിൽ ടേംസ് എന്നാണ് പറയുന്നത്. ഇനി ഇപ്പൊ പദങ്ങൾ എന്താണ്, ടേംസ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്കിവിടെ പറയാം 2 എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ ഒന്നാമത്തെ പദമാണ് അല്ലേ, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ ഒന്നാം പദമാണ് 2 എന്ന് പറയുന്നത്. സെക്കൻഡ് ടേം 4 ആണ്, തേർഡ് ടേം ആണ് 6. അപ്പോൾ ഒന്നാമത്തെ പദം 2 അല്ലെങ്കിൽ ഫസ്റ്റ് ടേം 2, രണ്ടാമത്തെ പദം 4 അല്ലെങ്കിൽ സെക്കൻഡ് ടേം എന്ന് പറയും. മൂന്നാമത്തെ പദമാണ് 6 അഥവാ തേർഡ് ടേം. നാലാമത്തെ പദമാണ് 8 അല്ലെങ്കിൽ ഫോർത്ത് ടേം ആണ് 8 എന്ന് നമ്മൾ പറയും. അങ്ങനെയാണ് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഓൾജിബ്രായിക് ഫോമിൽ എഴുതുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്ലേസിൽ 2 ആണ്, രണ്ടാമത്തെ പ്ലേസിൽ 4, മൂന്നാമത്തെ പ്ലേസിലാണ് 6 ഉള്ളത്, നാലാമത്തെ പ്ലേസിൽ 8 ഉണ്ട്. ദെൻ ഇത് നമുക്ക് നോക്കി അഞ്ചാമത്തെ പ്ലേസിലുള്ളത് 6ാമത്തെ, അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകും. ഇത് ആൾജിബ്രായിക് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് എക്സോ വൈയോ അങ്ങനെയുള്ള ഏത് ആൽഫബറ്റും നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേം ഇതാണ് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം. നമ്മൾ എക്സ് എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ x1 എന്ന് പറയും. സെക്കൻഡ് ടേം ആണെങ്കിലോ x2, തേർഡ് ടേം ആണെങ്കിലോ x3, ഫോർത്ത് ടേം ആകുമ്പോൾ x4 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി ഇവിടെ നോക്കിയേ x1 ഫസ്റ്റ് ടേം എത്രയാണ്, 2 ആണ് അല്ലേ. ദെൻ സെക്കൻഡ് ടേമോ 4, തേർഡ് ടേം 6, ഫോർത്ത് ടേം 8. അപ്പോൾ നമുക്ക് x1 2 ആണ് കിട്ടി, x2 4, x3 6, x4 8 ഇങ്ങനെയാണ് ഈ ശ്രേണി പോകുന്നത്. ഇനി നോക്കിയേ ഈ ശ്രേണിയിലെ ഫസ്റ്റ് പൊസിഷനിലുള്ളത് ഏതാണ്, 2 ആണ്. സെക്കൻഡ് പൊസിഷനിലുള്ളതോ 4 ആണ്. തേർഡ് പൊസിഷനിൽ 6 ആണ്. ഫോർത്ത് പൊസിഷനിൽ 8 ആണ്. ഈ പൊസിഷനും ഇതും തമ്മിൽ ടേംസും അതാ ആ പൊസിഷനിലെ പദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ ടേം കിട്ടും, ആ പദം കിട്ടും. ദെൻ രണ്ടാം സ്ഥാനത്തിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്തത് കിട്ടും. 3നെ 2 കൊണ്ട് ചെയ്താൽ ആണ് 6 കിട്ടുന്നത്. 4നെ 2 കൊണ്ട് ചെയ്താലാണ് 8 കിട്ടുന്നത്. അപ്പോൾ ആ പൊസിഷൻ
ഈ പൊസിഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 കിട്ടും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ പൊസിഷൻസിൻ്റെ ഇരട്ടിയാണ് നമ്മുടെ ഓരോ പദവും അല്ലേ. ഈ ശ്രേണിയിൽ നമ്മുടെ പൊസിഷൻ ഏതാണോ അതിൻ്റെ ഇരട്ടിയാണ് നമ്മുടെ ടേംസ്, ഓരോ ടേംസും അല്ലേ. ഇങ്ങനെ പറയാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് x5 കണ്ടുപിടിക്കാമല്ലോ. x5 ആവുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം, 5th ടേം കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്താ, ഇവിടെ ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കാനായിട്ട് 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. തേർഡ് ടേം ആയപ്പോൾ 3 × 2 ചെയ്തു. അപ്പോൾ 5th ടേം ആകുമ്പോൾ എന്ത് ചെയ്യണം, 5 × 2 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും, 10 കിട്ടും. ഇനി 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, 10നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 20 കിട്ടും. ഇനി നമ്മുടെ അടുത്ത് nth ടേം ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിലോ, ഈ ശ്രേണിയിലെ n-ാം പദം കണ്ടുപിടിക്കണം. nth ടേം ആണ് കണ്ടുപിടിക്കാൻ പറയുന്നെങ്കിലോ xn എന്ത് പറയും, 10ന് പകരം നമുക്ക് ഇവിടെ n ആണുള്ളത്. അപ്പോൾ n × 2 ചെയ്താൽ മതി. അപ്പം എന്ത് വരും, 2n. xn = 2n. ഇതാണ് നമ്മുടെ ഓൾജിബ്രായിക് ഫോം. അപ്പോൾ ഓൾജിബ്ര ഓഫ് സീക്വൻസസ് അല്ലെങ്കിൽ ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ശ്രേണി എഴുതി നമ്മൾ ഫസ്റ്റ് ടേം x1 = 2, x2 = 4, x3 = 6, x4 = 8 ഇങ്ങനെ എഴുതി ദെൻ അത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഒരു ഓൾജിബ്രായിക് ഫോമിലേക്ക് മാറ്റും. ഇങ്ങനെയാണ് ഒരു ശ്രേണിയുടെ ഓൾജിബ്രായിക് ഫോം എഴുതുന്നത്. ഇങ്ങനെ ഓൾജിബ്രായിക് ഫോം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ ശ്രേണിയിലെ എത്രാമത്തെ പദം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇപ്പോൾ ഈ ശ്രേണിയിലെ 100ാമത്തെ പദം 100th ടേം ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ ഈ n-ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, 100 ഇട്ട് കൊടുക്കുക. അപ്പോൾ x100th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2 × 100 2n അല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ n-ന്റെ സ്ഥാനത്ത് 100 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായിരിക്കും, 200. അങ്ങനെ ഒരു ശ്രേണിയിലെ എത്രാമത്തെ പദം വേണമെങ്കിലും നമുക്ക് ഈ ഓൾജിബ്രായിക് ഫോം വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ശ്രേണിയുടെ ഓൾജിബ്രായിക് ഫോം കണ്ടെത്തുന്നത്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ശ്രേണി 1, 4, 9, 16 എക്സെട്ര ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണിയാണ്. നമ്മുടെ ശ്രേണി എന്താ, 1, 4, 9, 16 ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ എഴുതാം, x1 x2 എത്രയെന്ന് കണ്ടുപിടിക്കുക അല്ലേ. x1 എന്ന് പറയുന്നത് 1, x2 എന്ന് പറയുന്നത് 4, x3 എന്ന് പറയുന്നത് 9. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. x4 എന്ന് പറയുന്നത് 16 അങ്ങനെ പോകും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ കണ്ടുപിടിക്കുന്നത്, xn എത്രയാണെന്നാണ്. അതാണ് നമ്മുടെ ഓൾജിബ്രായിക് ഫോം. അപ്പോൾ നമ്മൾ ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 4 ആണ്, തേർഡ് ടേം 9 ആണ്, ഫോർത്ത് ടേം 16 ആണ്. ഇങ്ങനെ വരും. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയേ. 1 × 1 1 തന്നെയാണ് അല്ലേ. ദെൻ 2 × 2 ചെയ്താലോ 4, 3 × 3 ആണ് 9, 4 × 4 ആണ് 60. നമുക്ക് എന്താ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ ഇങ്ങനെ എഴുതാലോ. അപ്പോൾ ഇവിടെ n എന്തായിട്ട് നമുക്ക് കിട്ടും, n ആണ് നമ്പർ എങ്കിൽ n × n എത്ര വരും, n സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയാണ് തമ്മിലുള്ള ബന്ധം നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് x10 ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും, n സ്ക്വയർ ആണല്ലേ. അപ്പോൾ x10 ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും, 10 സ്ക്വയർ = 100. അപ്പോൾ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്തായിരിക്കും, അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം എങ്ങനെയായിരിക്കും, xn = n സ്ക്വയർ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം നമുക്ക്.
10, 20, 30, 40 ഇങ്ങനെ 10ന്റെ പ്രൊഡക്ട്സ് അല്ലേ, 10ന്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ നോക്കാം, x1 ഈസ് ഈക്വൽ ടു 10, x2 ഈക്വൽ ടു 20, x3 ഈക്വൽ ടു 30, x4 ഈക്വൽ ടു 40. ഇനി എഴുതാലോ. നമുക്ക് xn ഇതാണ് നമ്മൾ ഓൾജിബ്രായിക് ഫോമിൽ വരുന്നത്. xn എത്രയെന്നാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓൾജിബ്രായിക് ഫോം കിട്ടി. ഇനി ഇവിടെ നോക്ക്, 1 ഫസ്റ്റ് ടേം 10, സെക്കൻഡ് ടേം 20, തേർഡ് ടേം 30, ഫോർത്ത് ടേം 40. എങ്ങനെ കണ്ടുപിടിക്കുക? 1 × 10 10, 2 × 10 20, 3 × 10 ചെയ്തപ്പോൾ 30, 4 × 10 ചെയ്യുമ്പോൾ 40. അങ്ങനെയാണെങ്കിൽ n ആണെങ്കിലോ n × 10 അഥവാ 10n. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം എങ്ങനെയാണ്? xn is equal to 10n. അങ്ങനെയാണെങ്കിൽ ഈ സീരീസിലെ 100th ടേം എങ്ങനെ കണ്ടുപിടിക്കും? എന്നിൻ്റെ സ്ഥാനത്ത് 100 ഇട്ട് കൊടുക്കുക. x100 എന്ന് പറയുന്നത് 10 × 100 that is equal to 1000. ഇങ്ങനെയാണ് നമ്മൾ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ശ്രേണിയുടെ ഓൾജിബ്രായിക് ഫോം കണ്ടെത്തുന്നത്. ഇനി നമുക്ക് പേജ് നമ്പർ 50 ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഓരോന്നിൻ്റെയും ബീജഗണിത രൂപം എഴുതുക. ഒറ്റ സംഖ്യകളുടെ ശ്രേണി, 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, 1-ലോ 6-ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. Write the algebraic expression for each of the sequence below. Sequence of odd numbers, sequence of natural numbers which leave remainder 1 on division by 3, sequence of natural numbers ending in 1, the sequence of natural number ending in 1 or 6. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓഡ് നമ്പേഴ്സിൻ്റെ ശ്രേണി എഴുതിയിട്ട് അവയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓൾജിബ്രായിക് ഫോമിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകളുടെ ശ്രേണി. അതിന് ഒറ്റ സംഖ്യ വരിക 1, 3, 5, 7 എക്സെട്ര. ഇതാണ് ഒറ്റ സംഖ്യകളുടെ ശ്രേണി. നമ്മൾ ഓൾജിബ്രായിക് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം x1 എന്ന് പറയുന്നത് 1, x2 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? സെക്കൻഡ് ടേം 3 ആണ്. x3 തേർഡ് ടേം എന്താ? 5 ആണ്. ദെൻ x4 ഫോർത്ത് ടേം ഏതാ? 7 ആണ്. ഇങ്ങനെ പോയിട്ട് നമ്മൾ ഓൾജിബ്രായിക് ഫോം എഴുതാന്ന് പറയുന്നത് xn ആണ് നമ്മൾ എഴുതേണ്ടത്. ഇനി തമ്മിലുള്ള ബന്ധം എന്താന്ന് നോക്കാം. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 3, തേർഡ് ടേം 5, ഫോർത്ത് ടേം 7. ദെൻ ഈ പൊസിഷനോ നമ്മുടെ ടേംസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എങ്ങനെ കണ്ടുപിടിക്കുക? 1 × 1 ഈക്വൽ ടു 1 തന്നെ അവിടെ വരുന്നത്, പക്ഷെ 2 ഈക്വൽ ടു 2 ആവുന്നുണ്ടോ? ഇല്ല. അപ്പം എങ്ങനെ കണ്ടുപിടിക്കും? 1 × 2 -1. ഇവിടെ നോക്കുക, ഈ 2 എടുക്കാൻ കാരണം ഇവിടെ നോക്കുക, ഇവിടെ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 3ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2. അല്ലെങ്കിൽ 1ൻ്റെ കൂടെ 2 കൂട്ടിയിട്ടാണ് 3 വരുന്നത്. 3ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയാൽ നമുക്ക് 5 കിട്ടും. അപ്പോൾ 5ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയാൽ 7 കിട്ടും. അപ്പോൾ ഇവിടെ 2 കൂട്ടിയോ പോകുന്നത് അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളെ പൊസിഷനെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 വരുന്നത്. ദെൻ 2ന്ന് എത്ര കുറച്ചാലാ? 1 വരുന്നെങ്കിൽ 1 കുറയ്ക്കുക. അപ്പോൾ 2 - 1 1 × 2 - 1 1. നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നെങ്കിൽ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ദെൻ ഇങ്ങനെ ഇത് കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല. ദെൻ അടുത്ത് നോക്കുക, 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 വന്നു. ദെൻ 4ന്ന്
1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3. ദെൻ 3നെ വീണ്ടും 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 വരും. ദെൻ 6 മൈനസ് 1 5. അപ്പോൾ എല്ലാത്തിലും ഒരേ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പം 4 × 2 ചെയ്ത് കഴിഞ്ഞപ്പോൾ 8. 8 മൈനസ് 1 7 കിട്ടണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അത് 10th ടേം എങ്ങനെ വരും? 10 × 2 മൈനസ് 1. 10 × 2 എത്രയാ? 20 മൈനസ് 1 90. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എൻ കണ്ടുപിടിക്കാമല്ലോ, ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാമല്ലോ. nth ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 10 × 2 അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? n × 2 മൈനസ് 1. അഥവാ എക്സ് എൻ എന്ന് പറയുന്നത് 2n മൈനസ് 1. ഇതാണ് ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകളുടെ ഓൾജിബ്രായിക് ഫോം. ഇതിൻ്റെ അത് 100ാമത് ഒറ്റ സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് 100 അല്ലേ? അപ്പോൾ എന്ത് വരും? 2 × 100 200. പിന്നെന്താ ഉള്ളത്? ഒരു മൈനസ് 1 കൂടി ഉണ്ട്. അപ്പോൾ എന്ത് വരും? 199. ഇങ്ങനെയാണ് കിട്ടുക. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 അല്ലേ? 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ചെയ്തിരുന്നു. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന ശ്രേണി എഴുതാനായിട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരുന്നത്? 3 × 0 3 × 1 അല്ലേ? 3 × 0 3 × 1 3 × 2 3 × 3 ഇങ്ങനെ എഴുതിയിട്ട് 1 ശിഷ്ടം വരുന്നത് കൊണ്ട് 1 ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തിരുന്നേ? ഇവിടെ 2 ശിഷ്ടം വരുന്നെങ്കിൽ 2 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 × 0 0 + 1 1 3 × 1 3 + 1 4 3 × 2 6 + 1 7 3 × 3 9 + 1 10. അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രേണി കിട്ടി 1 4 7 10 എക്സെട്ര. ഇങ്ങനെ പോകുന്ന ശ്രേണിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. എങ്ങനത്തെ ശ്രേണിയാണിത്? 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്നത് അല്ലേ? ഡിവൈഡഡ് ബൈ 3 റിമൈൻഡർ 1 ആയിരിക്കണം. അപ്പം നമുക്ക് ഇത് കിട്ടി. ഇനി നമുക്കിങ്ങനെ എഴുതാം. x1 എന്ന് പറയുന്നത് 1, x2 എന്ന് പറയുന്നത് 4, x3 എന്ന് പറയുന്നത് 7, x4 എന്ന് പറയുന്നത് 10 അല്ലേ? അപ്പോൾ x1 x2 x3 x4 എക്സെട്ര. എവിടെയും വരെ എത്തണം? xn ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതാണ് ഓൾജിബ്രായിക് ഫോം അല്ലേ? ഇനിയിപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പൊസിഷനും നമ്മുടെ ടേമും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക. 2 4 3 7 4 10. എങ്ങനെ കിട്ടും നമുക്ക് ഇത് തമ്മിലുള്ള ബന്ധം? ഇവിടെ നോക്കിയേ, 1ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 4 കിട്ടി. 4ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 7 കിട്ടി. 7ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 10 കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് ഈ പൊസിഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3. പക്ഷെ 1 × 3 3 അല്ലേ ആവുന്നത്? 1 × 3 3. നമുക്ക് ആൻസർ എത്രയാണ്? 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 3ൽ നിന്ന് എത്ര കുറച്ച് നമുക്ക് 1 കിട്ടും? -2. ഇനി ഇത് മറ്റേതിലും ബാധകമാവുന്നുണ്ടോ നോക്കണം. 2 × 3 6 കിട്ടി. 6ൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4. ശരിയാവുന്നുണ്ട് അല്ലേ? 3 × 3 9. 9ൽ നിന്ന് വീണ്ടും 2 മൈനസ് ചെയ്താൽ 7. ദെൻ 4 × 3 എത്ര വന്നു? 12. 12ൽ നിന്ന് -2 ചെയ്ത് കഴിഞ്ഞപ്പോൾ 10. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്? xn എങ്ങനെ കണ്ടുപിടിക്കും? n × 3 -2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് nth ടേം കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയുടെ 10th ടേം എങ്ങനെ കണ്ടുപിടിക്കും? n-ന്റെ സ്ഥാനത്ത് നമ്മൾ 10 ഇട്ട് കൊടുക്കണം അല്ലേ? 10 × 3 -2. അപ്പോൾ എന്ത് വന്നു? 30 - 2 അഥവാ 28. അപ്പോൾ നമ്മുടെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലെങ്കിൽ
ഡിവൈഡഡ് ബൈ 3 റിമൈൻഡർ 1 വരുന്ന ശ്രേണിയുടെ ഓൾജിബ്രായിക് ഫോമാണ് xn is equal to n into 3 minus 2. അല്ലെങ്കിൽ അതെങ്ങനെ എഴുതാം? xn is equal to 3 into n 3n minus 2. ഇതാണ് അതിൻ്റെ ശ്രേണിയായിട്ട് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. The sequence of natural numbers ending in 1. മൂന്നാമത്തേതാണ് ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി അല്ലേ. ഫസ്റ്റ് 1, ദെൻ പിന്നെ എന്ത് വരും? 11 അല്ലേ. 1, 11, 21, 31 എക്സെട്ര. ഇങ്ങനെയാണല്ലോ നമുക്ക് ശ്രേണി കിട്ടുക. ഇതിനെങ്ങനെ എഴുതാം? x1 is equal to 1, x2 എന്ന് പറയുന്നത് 11, x3 എന്ന് പറയുന്നത് 21, x4 എന്ന് പറയുന്നത് 31 ആൻഡ് സോ ഓൺ. നമുക്ക് എവിടെ വരെ എത്തണം? xn. അതാണ് ഓൾജിബ്രായിക് ഫോം. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ പൊസിഷനും ടേമും തമ്മിലുള്ള ബന്ധം നോക്കാം. 2, 11, 3, 21, 4, 31. ഇവിടെ നോക്ക്, ഇവിടെ എത്ര നമ്പേഴ്സ് വെച്ചിട്ടാണ് കൂടി പോകുന്നത്? 10 ഇവിടെ കൂടുന്നുണ്ട് അല്ലേ. 1 + 10 11, 11 + 10 21, 21 + 10 31. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 10 10. നമുക്ക് എത്ര കിട്ടണ്ടേ? 1 കിട്ടണം. 10 നിന്ന് എത്ര മൈനസ് ചെയ്താൽ 1 കിട്ടും? 9. ഇവിടെ 2 × 10 20 minus 9. 3 × 10 30 minus 9 21. 4 × 10 40 minus 9 30. ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ xn എങ്ങനെ വരും? n × 10 minus 9. അപ്പോൾ നമ്മുടെ ഓൾജിബ്രായിക് ഫോം എങ്ങനെ വരും? xn equal to n × 10 എന്ന് പറയുമ്പോൾ 10n minus 9. അപ്പോൾ ഒന്നിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ 1ൽ എൻഡ് ചെയ്യുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോമാണ് xn is equal to 10n minus 9. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടിയാണുള്ളത്, നോക്കാം. The sequence of natural number ending in 1 or 6. 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. അപ്പം ഇങ്ങനെ എഴുതാം. ആദ്യം 1ൽ 1, ദെൻ 6ൽ അവസാനിക്കുന്നത് 6, ദെൻ 11 അല്ലേ. 11 കഴിഞ്ഞാൽ പിന്നെ 16, ദെൻ 21. ഇങ്ങനെ പോവല്ലോ ശ്രേണി. 1 6 11 16 21 ആവും. നമുക്കിതിനെ x1 x2 ആയിട്ട് എഴുതാം. ഫസ്റ്റ് ടേം x1 1, x2 6, x3 പറഞ്ഞാൽ 11, x4 16 ഇങ്ങനെ ആൻഡ് സോ ഓൺ. നമുക്ക് എവിടെ കിട്ടണം? xn കിട്ടണം. അതാണ് ഓൾജിബ്രായിക് ഫോം. ഇത് തമ്മിലുള്ള ബന്ധം നോക്കാം. 1ൽ ഫസ്റ്റ് പൊസിഷനിൽ 1, സെക്കൻഡ് പൊസിഷനിൽ 6, തേർഡ് പൊസിഷനിൽ 11, ഫോർത്ത് പൊസിഷനിൽ 16. ഇനി ഇവിടെ നോക്ക്, ഇവിടെ എത്ര വെച്ചിട്ടാണ് കൂടി പോകുന്നത്? 1 + 5 6, 6 + 5 11, 11 + 5 16, 16 + 5 21. ഇങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്കിതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 5 5, ദെൻ 5ന് എത്ര പോകണം? -4 ആണ്. 1. ദെൻ ഇത് എല്ലാത്തിലും ബാധകമാവണമല്ലോ. അപ്പോൾ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 20, 20 മൈനസ് 2 × 5 10, 10 - 4 6 വന്നു. 3 × 5 15 - 4 11 വന്നു. ദെൻ 4 × 5 20 - 4 16 വന്നു. അപ്പോൾ ഇതെല്ലാത്തിനും ശരിയാവുന്നുണ്ട്. അപ്പോൾ n ആണെങ്കിൽ എന്ത് വരും? n × 5 - 4 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ അതിൻ്റെ ഓൾജിബ്രായിക് ഫോം എന്തായിരിക്കും? xn equal to 5, n × 5 5, 5n - 4. ഇതാണ് ആ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോം. ആ ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് xn = 5n - 4. xn equal to 5n - 4. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.